ഗുഡ് മോർണിംഗ്. ട്രംപ് പുടിൻ അലാസ്ക സമ്മിറ്റ് എന്തായിരുന്നു ഔട്ട്കം, എന്തായിരുന്നു ഹിഡൻ ഗോൾസ്, എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടന്നു? ആക്ച്വലി ഇതിനെ ഒന്ന് ഡീകോഡ് ചെയ്യുമ്പോൾ, ഈ ഒരു സമ്മിറ്റിനെ ഡീകോഡ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതിനകത്ത് പുടിൻ്റെ വ്യക്തമായ ആധിപത്യം ഉണ്ടായിരുന്നു. അതായത് പുടിൻ അലാസ്കയിൽ ലാൻഡ് ചെയ്ത ആ നിമിഷം മുതൽ ഈ സമ്മിറ്റ് അവസാനിച്ച് അവർ നടത്തിയ സംയുക്ത പത്രസമ്മേളനം വരെയുള്ള പുടിൻ്റെ ബോഡി ലാംഗ്വേജും പുടിൻ്റെ മാനറിസങ്ങളും എല്ലാം റിലീവ് ചെയ്യുന്നത് പുടിൻ വാസ് കംപ്ലീറ്റ് അണ്ടർ കൺട്രോൾ ആൻഡ് ഹി വാസ് ലീഡിങ് ദിസ് എൻ്റയർ പ്രോഗ്രാം. ഒരിക്കലും ട്രംപിന് ഒരു തരത്തിലുള്ള മേൽക്കോയ്മയ്ക്കും ഉള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, റഷ്യയുടെ ആവശ്യങ്ങൾ, അതായത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്ന യുക്രൈൻ്റെ 20% ഭൂമി റഷ്യ കയ്യിൽ വയ്ക്കും എന്നുള്ള കണ്ടീഷനിൽ മാത്രമായിരുന്നു പുടിൻ അമേരിക്കയിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ആണ് പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ ഈ വാറ് ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള ഒരു വളരെ വൈകാരികമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുടിനോട് കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും ഇതിലകത്ത് റിയൽ വിന്നർ ഈസ് റഷ്യ ഒളി. ആൻഡ് അമേരിക്ക വളരെ ബുദ്ധിപരമായിട്ട് നിന്നിട്ടുണ്ട്. മാത്രമല്ല, പുടിൻ US പ്രസിഡന്റിനെ മോസ്കോയിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. മോസ്കോയിൽ പോവാതിരിക്കുകയോ അതെല്ലാം അതെല്ലാം അമേരിക്കയുടെ ഇഷ്ടമാണ്. പക്ഷെ എന്നിരുന്നാലും ഈ സമ്മിറ്റ് കൊണ്ട് നേട്ടമുണ്ടായിരിക്കുന്നത് ആസ് എ സ്റ്റേറ്റ്സ്മാൻ എന്ന രീതിയിൽ പുടിൻ എത്ര സ്ട്രോങ് ആണ്, അയാളുടെ തീരുമാനങ്ങൾ എത്ര ഉറച്ചതാണ് എന്നുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ലോകത്തിന് ബോധ്യപ്പെടാൻ പറ്റി. മാത്രമല്ല, ഈ യുദ്ധത്തിലേക്ക്, ഈ ഒരു വാറിലേക്ക് നാറ്റോ അമേരിക്ക ചേർന്ന സഖ്യം റഷ്യയെ തള്ളിയിട്ടതാണത്. അപ്പോൾ എന്തായാലും അലാസ്ക സമ്മിറ്റ് ഇന്ത്യക്ക് ഇതുകൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യക്ക് മെച്ചമുണ്ടായിരിക്കുന്നു. ഇന്ത്യയുടെ മേലുള്ള താരിഫ്, അതായത് 50% താരിഫ് എന്നുള്ള കാര്യം US വീണ്ടും പുനഃപരിശോധിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത മോസ്കോയിൽ കാണാം.